സാമൂഹ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ചർച്ച എന്തു തന്നെ ആയിരുന്നാലും ദീർഘകാലത്തെ രാഷ്ട്രീയ പരിചയം വെച്ച് നോക്കുമ്പോൾ UDF തന്നെയാണ് അധികാരത്തിൽ വരാൻ സാധ്യത കാണുന്നത്. 10 കൊല്ലം ഭരിച്ച ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ആന്റി ഇൻകംബൻസി 1, 2 ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ മനസ്സിലാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയിരുന്നില്ല കേരളം ഭരിച്ചിരുന്നതെന്ന് സാധാരണ ഇടതുപക്ഷ പ്രവർത്തന പോലും ബോധ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തീർച്ചയായും UDFന് മുൻതൂക്കം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു സാധാരണ ജനങ്ങൾക്ക്. എന്നാൽ ഇതൊക്കെ സ്ഥിതിയൊക്കെ പോയി. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൻ്റെ സംസ്കാരത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും കാണുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തി ആർജിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഈ ഇടതുപക്ഷ പ്രസ്ഥാനമല്ല യഥാർത്ഥ ഇടതുപക്ഷം എന്ന് ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. ഒരുപക്ഷെ 10 വർഷം കഴിഞ്ഞ് 15ാമത്തെ വർഷത്തിലും ഇടതുപക്ഷമാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ എന്നെപ്പോഴും രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് തോന്നുന്നത് അതൊരു അവസാനത്തെ വരവായിരിക്കും. പിന്നെ ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ കേരളത്തിൽ വരേണ്ടി വരില്ല എന്നാണ്. ബംഗാളിൻ്റെ അനുഭവം പൂർണ്ണമായ ആ രീതിയിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ പല കാര്യങ്ങളിലും അങ്ങനെയാണ്. ഇന്ന് ഏകാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ് കേരളത്തിലെ ഇടതുപക്ഷം പിന്തുടരുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആർക്കും ചിലരെ അവഗണിച്ച് അല്ലെങ്കിൽ ചിലരെ വാക്കുകളിലെ മറികടന്ന് ഒന്നും പറയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ തടവറയിൽ ജീവിക്കേണ്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് പ്രവർത്തകർ ഇത് മനസ്സിലാക്കുന്നെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഞാൻ പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ട പോലെയൊന്നും ആയിരുന്നില്ല. അടിത്തട്ടിലേക്ക് പ്രവർത്തനമായി ഇറങ്ങുമ്പോൾ ഒരു ഉപരോധവും ഒരു പ്രതിരോധവും ഇല്ലാത്തൊരു ഇലക്ഷൻ. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസത്തെ കുട്ടിക്കലാശത്തിന്റെ അന്ന് പോലും സൗഹാർദ്ദമായി പിരിയുന്ന മുന്നണിയുടെ പ്രവർത്തകരെയാണ് കാണാൻ കഴിഞ്ഞത്. കാരണം ജനങ്ങൾ ഒരു അമേരിക്കൻ സിദ്ധാന്തം പോലെ ഇതൊക്കെ കാണുന്നു, ഇതൊക്കെ മനസ്സിലാക്കുന്നു, ഇനി നിങ്ങളൊന്നും പറഞ്ഞു തരേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരള രാഷ്ട്രീയവും മാറുന്നു. ഭാവിയിൽ അത് കൂടുതൽ ആ രീതിയിൽ പോകുമെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനും അപ്പുറത്തേക്ക് ജനങ്ങൾ വളരുന്നു എന്നുള്ളതാണ്. തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവൻ വരെ ത്യജിക്കാൻ സാഹചര്യമായ പഴയ ഒരു കാലഘട്ടമൊന്നും ഇന്ന് ജനത്തെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നു. കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഏതാണോ അഭികാമി ആ സമയത്ത് അത് സ്വീകരിക്കുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തുടർ ഭരണത്തിന്റെ സാധ്യത ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിയുമോ എന്നുള്ളത് എല്ലാവരും വിട്ടുനോക്കുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു തുടർ ഭരണത്തിന്റെ അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാനത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അന്തിമമായ ഒരു വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തുടർ ഭരണത്തിന്റെ സാധ്യതയില്ല എന്ന സൂചന നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കുന്ന UDFനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി UDFന് മുൻകൈ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ആ യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ പോലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഒരു മൗലികമായ വ്യത്യാസം ഞാനതിൽ കാണുന്നത് വോട്ടിംഗ് പാറ്റേണിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽ ആധിപത്യം നേടാൻ UDFന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് 2026 തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലേക്ക് UDFന് അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു ചവിട്ടുകൂടിയായി ഞാൻ ഒരിക്കലും തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഞാനത് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ട മൗലികമായ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്.
ഇവിടെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായി നേരിടുന്ന കാര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യപ്പെടാൻ അപ്രസക്തമായ ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട്, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പൊ ശബരിമലയാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു മൂന്നാം തുടർ ഭരണത്തിന്റെ സാധ്യത വന്നാൽ കേരളം ഏതാണ്ട് വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്നൊരു ധാരണ പ്രബുദ്ധരായ വോട്ടർമാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായ എന്താ പറയുന്നത്, ഒരു രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് സത്യത്തിൽ UDF നടത്തിയത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? 10 വർഷത്തെ ഭരണം. സത്യത്തിൽ അത് തന്നെ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. 5 വർഷത്തെ LDF ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് സഖാവ് പിണറായി വിജയന്റെ 2ാം ടൈമിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. പിന്നെ അത് വരുന്നത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF നിന്നും വ്യത്യസ്തമായി എടുത്ത ചില രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അത് തെരഞ്ഞെടുപ്പ് രംഗത്തൂടെ അധികാരത്തിൽ വന്ന് നടപ്പിലാക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രകടന പത്രിക എന്നൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ജനങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ വരുന്നൊരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന ഒരാത്മപരിശോധന നടത്തിയാൽ ഞാൻ പറയുന്നു, കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് 2ാം ടൈമിലേക്ക് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഏതാണ്ട് 97% കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 1, 2, 3 എന്ന നിലയിൽ എണ്ണ വിട്ട് പറയാൻ വേണ്ടിയല്ല. ഒരു കാര്യം സത്യമാണ്, തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതില്ല എന്ന UDFന്റെ നയത്തിൽ നിന്നും വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പ്രതിബദ്ധരാണ് ഞങ്ങൾ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ മുന്നണി എന്നുള്ള നിലയിൽ ഈ 3ാം ഊഴത്തിന് വേണ്ടി മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്.